സുഹൃത്തുക്കളെ, ലോകത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് മേൽ ചൈനയും റഷ്യയും മറ്റ് 23 രാഷ്ട്രങ്ങളും ചേർന്ന് അമേരിക്കയുടെ അഹങ്കാരത്തിൻ്റെ മുതുകിന് ആഞ്ഞ് നല്ല ചവിട്ട് കൊടുത്തിരിക്കുകയാണ്. ലോകം മുഴുവൻ ഭരിക്കാനും കൈപ്പിടിയിൽ ഒതുക്കാനും ഇറങ്ങിത്തിരിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിൻ്റെ അഹങ്കാരത്തിനു മേലാണ് ഈ ചവിട്ട് പതിച്ചിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ ചൈനയിൽ നടന്ന ഷാങ്ഹായ് മീറ്റ് എന്നറിയപ്പെടുന്ന ഈ സമ്മേളനത്തിൽ റഷ്യയുടെ ശക്തനായ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ചേർന്ന് നേതൃത്വം നൽകി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായി ഈ സമ്മേളനത്തിൽ സാന്നിധ്യം തെളിയിച്ചു. ഇന്ത്യയുടെ മേൽ എന്നു മാത്രമല്ല, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെ മേലും അമേരിക്ക അതിഭീമമായ തരത്തിൽ താങ്ങാവുന്നതിനുമപ്പുറം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ചെറുരാജ്യങ്ങളുടെയും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, അല്പവികസിത രാജ്യങ്ങളുടെയും നടുവൊടിക്കാനുള്ള, അവരെ പാപ്പരാക്കാനുള്ള ഒരു പരിശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ അവർ എങ്ങുമില്ലാത്ത ഈ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 50%. ഇത് താങ്ങാവുന്നതിനപ്പുറമാണ്. എന്നാൽ നരേന്ദ്രമോദിയോ ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റിനോ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അമേരിക്കയെ ഇന്ത്യക്കെതിരെ ചൊടിപ്പിക്കാൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. റഷ്യയുമായി അതിശക്തമായ ഇഴപിരിയാത്ത ബന്ധമാണ് ഇന്ത്യ വെച്ച് പുലർത്തുന്നത്. അതെന്നും അങ്ങനെയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തൊക്കെ റഷ്യയുടെ സഹായമാണ് നമുക്ക് വലിയ വിജയം നേടാൻ സഹായിച്ചത്. ഇപ്പോൾ എന്താണ് ആ പ്രകോപനം എന്ന് ചോദിച്ചാൽ, റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. ഇത് അമേരിക്കയുടെ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് തീരെ രസിച്ചിട്ടില്ല. അപ്പോൾ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരുന്നാൽ ഞങ്ങൾ ഇറക്കുമതി ചുങ്കത്തിൽ ഗണ്യമായി കുറവ് വരുത്താം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അതിന് തയ്യാറായിട്ടില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുവാനും നിലപാടുകൾ സ്വീകരിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവുള്ള ഇന്ത്യൻ ഭരണാധികാരികൾ. ഇന്ത്യക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയും. എന്നാൽ ആ തീരുമാനം അങ്ങനെ എടുക്കരുത്. ഞങ്ങൾ പറയുന്നത് പോലെ വേണം ചെയ്യാൻ. അതായത് അമേരിക്കയോടുകൂടി ചേർന്ന് എല്ലാ കച്ചവടങ്ങളും നടത്തിയാൽ മതി എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെട്ടത്. പ്രതികരണമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഈ ത്രിരാഷ്ട്ര ശക്തികൾ, അത് ഇന്ത്യയും റഷ്യയും ചൈനയും വരുന്ന ഈ ത്രിരാഷ്ട്ര ശക്തികൾ, അവർ ചില തീരുമാനങ്ങളെടുത്തു. അമേരിക്കയുടെ ഭീഷണിയെ നഖശിഖാന്തം എതിർത്തുകൊണ്ട്
ജിൻപിങ് പത്രസമ്മേളനം നടത്തി. അതിനുശേഷം വ്ളാഡിമിർ പുടിൻ അതിശക്തമായ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ധിക്കാരത്തിനെതിരെ കടന്നാക്രമണം നടത്തി. ഈ സഖ്യ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇറാനുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നില്ല ഇത്. ലോകത്തുള്ള മുഴുവൻ ചെറു രാജ്യങ്ങളെയും ഞെക്കിപ്പിഴിഞ്ഞ് രക്തമൂറ്റിക്കുടിച്ച് ചണ്ടിയായി വലിച്ചെറിയുന്ന സ്വഭാവമാണ് അമേരിക്കയ്ക്കുള്ളത്. അത് ഹോച്ചിമിൻ്റെ വിയറ്റ്നാമിൽ നടന്നില്ല, എന്നാൽ അത് ഇറാഖിൽ അമേരിക്ക നടപ്പാക്കി. ഇറാഖിലെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ കൊന്നിട്ട് ഇറാഖിൻ്റെ സമ്പത്ത് മുഴുവൻ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മുഴുവൻ, ക്രൂഡ് ഓയിൽ മുഴുവൻ അവർക്ക് ചോർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. അവർക്ക് താല്പര്യമുള്ള ഒരു പാവ ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് അമേരിക്ക അവിടെ നടത്തിയത്. പല രാജ്യങ്ങളിലും അവരുടെ പരിശ്രമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പെട്ടെന്നുണ്ടായ അമേരിക്കയ്ക്ക് മേൽ അശ്വനിപാതം പോലെ വീണ ഈ അഗ്നി അത്ര പെട്ടെന്ന് കെടുത്താൻ സാധ്യമല്ല. അമേരിക്ക മുട്ടുമടക്കി ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും മുമ്പിൽ വരുന്ന ദിവസം വളരെ സമീപസ്ഥമാണ്. വിദൂര ഭാവിയിൽ തന്നെ അത് സംഭവിക്കും. അനിവാര്യമായ ഒരു സംഭവം.